പെട്ടെന്ന് മുകളിൽ കയറി തൂങ്ങി മരിച്ചു. ഇന്നലെ വെള്ളിയാഴ്ച 11 വയസ്സുള്ള കുട്ടി മരിച്ചു. ഞങ്ങളുടെ നാട്ടിൽ ഒരു കുട്ടി മരിച്ചു. കേട്ടോ, മക്കളെ അനുകൂലമായിട്ട് ഇമാമുന ബുഖാരി തങ്ങളെ നമ്മുടെ കിതാബ് എഴുതിയ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി തങ്ങളെ റഹ്മഹുല്ലാഹ്, ആ മഹാനവറുകൾക്ക് ജനിച്ച പാടെ കണ്ണിന് കാഴ്ചയില്ല. ഉമ്മ ഓരോ സമയവും ദുആയോട് ദുആയാണ്, ദുആയോട് ദുആയാണ്. ബുഖാരി തങ്ങളുടെ ഉമ്മ ദുആയോട് ദുആയാണ്. അല്ലാഹ് എന്റെ മകന്റെ കണ്ണിന്റെ കാഴ്ച നീ തരിച്ചു തരണേ അല്ലാഹ്, മടക്കി തരണേ അല്ലാഹ്. 10-11 വയസ്സായപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ ഉമ്മ സ്വപ്നത്തിൽ കാണുകയാണ്. ആ ഉമ്മ കാണുന്നു, ഫർതദ്ദ ബസീറ, നിങ്ങളുടെ മകന്റെ കണ്ണ് തുറന്നിരിക്കുന്നു കേട്ടോ. സുബ്ഹി കഴിഞ്ഞ പാടെ ആ ഉമ്മ പോയി ബുഖാരി തങ്ങളെ നോക്കുമ്പോ കണ്ണ് തുറന്നിരിക്കുകയാണ്. ഉമ്മാന്റെ ദുആയുടെ ബർക്കത്താണ് ആ കുട്ടിയുടെ കണ്ണ് തുറപ്പിച്ചത്. ഒന്ന് ദ്വാരക്കുന്നതിനേക്കാളും അല്ലെങ്കിൽ ഉസ്താദ് ഹത്തീബ് ഉസ്താദ് ദ്വാരക്കുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ചെയ്യുന്ന ദുആ. വാപ്പ ഉമ്മ ചെയ്യുന്ന ദുആ അത് തട്ടിക്കളയില്ല. തട്ടിക്കളയില്ല. വാപ്പ ഉമ്മ മക്കൾക്ക് ചെയ്യുന്ന ദുആ സൂപ്പർ സൂപ്പർ സൂപ്പർ. എപ്പോഴാണ് മക്കളെ നന്നാക്കണേ അല്ലാഹ്. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. കുടുംബജീവിതവും മക്കളുമായി ഒരു ബന്ധമുണ്ട് കേട്ടോ. സമയമില്ലാത്തത് കൊണ്ടാണ് അവിടെ ഇവിടെ നിന്നൊക്കെ എടുത്തു പറയുന്നത്. തർത്തീബായി പറഞ്ഞു പോകാൻ നമുക്ക് സമയമില്ല. പെണ്ണു സഹോദര സഹോദരി, കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഭാര്യമാർക്ക് ഭർത്താക്കന്മാർക്ക് ഞാനൊരു ഉപദേശം, ഒരു ടിപ്സ് തരാം കേട്ടോ. കല്യാണം കഴിച്ച് ആദ്യ രാത്രി മണിയറയിലേക്ക് കയറുമ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അരികിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ചോദിക്കുകയാണ്, മഹാനവർകളെ, ഇന്നി തസവ്വജ്തു ഇംറാഅതൻ